മതം, സഭ, വിശ്വാസം ഇതെല്ലാം അവരവരുടെ ചോയ്സ് ആയിരിക്കാം. എന്നാൽ മതഗ്രന്ഥങ്ങളിലെ മനോഹര തത്വചിന്തകളും ഉപദേശങ്ങളും ഇക്കാലത്ത് വളരെ പ്രസക്തമാണെന്ന് സാമൂഹ്യ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇരമ്യാവിൻ്റെ പുസ്തകം 12:13 പറയുന്നു, ഒരു ജഡത്തിനും സമാധാനമില്ല. ജഡസമാനമായി മാറിയ മനുഷ്യനാണ് ചിത്രത്തിൽ. അവർ ഗോതമ്പ് വിതച്ചു, മുള്ളു കൊയ്തു, വളരെ പ്രയാസപ്പെട്ടു, ഫലമുണ്ടായില്ല. നിങ്ങൾ നിങ്ങളുടെ വിളവിനെ ഓർത്ത് ദുഃഖിക്കും എന്ന് കാണുന്നു. ഓരോ കുടുംബങ്ങളിലും ജനിപ്പിച്ച് സ്നേഹിച്ചു വളർത്തിയ മക്കളെ ഓർത്ത് അപമാനഭാരവും ദുഃഖവും പേറി ജീവച്ഛവങ്ങളായ മാതാപിതാക്കൾ ഉഴറുമ്പോൾ മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു പാഠം ആവർത്തന പുസ്തകം 33:11 ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിനെ ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല, ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിനെ ആർ അത് സമുദ്രം കടന്നുകൊണ്ടുവന്ന് തരുമെന്ന് പറയുവാൻ തക്കവണ്ണം അത് സമുദ്രത്തിനക്കരയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. മാതാപിതാക്കളുടെ ജീവിത നിലവാരം ദൃഢമെങ്കിൽ സമാധാന അന്തരീക്ഷം പുലരുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളുടെ മക്കൾ വിവേകമതികളാണോ എന്ന് ശ്രദ്ധിക്കണം. അവർ റോഡരികിൽ നിൽക്കുന്ന വഴിയാത്രക്കാർ ചവിട്ടിയരയ്ക്കുകയും മൃഗങ്ങൾ തലപ്പ് കടിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാഴ്ചെടിയാകാതെ ആധ്യാത്മികതയുടെയും സ്നേഹത്തിൻ്റെയും വേലികെട്ടി സംരക്ഷിച്ച് തിരിച്ചറിവിൻ്റെ ബോധ്യത്തിലൂടെ സമൂഹത്തിൽ ഇറക്കിവിടണം. അപ്പോൾ ഇരമ്യാവ് പറഞ്ഞ ഒരു ജഡത്തിനും സമാധാനമില്ല എന്ന സ്ഥിതിയിൽ നിന്നും നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന 85-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയും.